Stay tuned to Kids Corner and set free from all tensions and worries. തോംസുട്ടി, ഞങ്ങളുടെ വീടിന്റെ അടുത്തായിട്ട് ഒരു കോൺവെന്റ് പണിയുന്നുണ്ട്. അതുകൊള്ളാലോ. അപ്പൊ ഇനി നിങ്ങൾക്ക് കുർബാന വിടാൻ ദൂരത്തേക്ക് പോകണ്ടല്ലോ. ആ, എന്നാ അമ്മ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് 2 സിസ്റ്റേഴ്സ് വന്നിരുന്നു. ഞാൻ ആലോചിക്കായിരുന്നു, അച്ഛന്മാർ കുർബാന വല്ലും കൂതാശകളൊക്കെ നടത്തും, പക്ഷെ സിസ്റ്റർമാരെന്താ ചെയ്യുന്നത്? അവരാരും ഇല്ലാത്തവരെയൊക്കെ നോക്കും, രോഗികളെ നോക്കും, സ്കൂൾ നടത്തും. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് എല്ലാ ആഴ്ചയും അപ്പുക്കുട്ടനും തോമസുട്ടിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണല്ലേ തരുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾക്ക് അതങ്ങ് തീർത്ത് കളയാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് വചനവും സ്വരജപവും പഠിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യം. വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ. ഓക്കെ, ഇനി സുകൃത ജപം. ഈശോയെ, പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. ഈശോയെ, പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. അച്ഛന്മാര് കുർബാന അർപ്പിക്കും, കൂതാശകളെയും. ഈ സിസ്റ്റർമാരെന്താ ചെയ്യണേ? ശരിക്കും നമുക്കൊക്കെ എല്ലാവർക്കും തന്നെ ഉള്ളൊരു സംശയമാണ് അല്ലേ, വൈദികർക്കൊക്കെ കുർബാന ചെല്ലാനുണ്ട്, അല്ലെ മറ്റു കൂതാശകളൊക്കെ നമ്മൾ സഭയിൽ ചെയ്യാനുണ്ട്, പിന്നെ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റേഴ്സിൻ്റെ ഉദ്ദേശം? ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയും, നമ്മുടെ സഭയിൽ ശരിക്കും അവർ വലിയൊരു പ്രാർത്ഥനയുടെ വലിയൊരു സ്രോതസ്സാണ്. ശരിക്കും അനേകം വൈദികർ കുർബാന അർപ്പിക്കാൻ തക്ക രീതിയിൽ ബലിവേദിയിൽ പ്രവേശിക്കുന്നത് ഇവരുടെ ഒരു ബാക്കപ്പ് കൊണ്ട്, ഇവരുടെ ഒരു പ്രയറിൻ്റെ ബാക്കപ്പ് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി വിശുദ്ധരെ കേട്ടിട്ടുണ്ട്. ഇപ്പം മദർ തെരേസ ആണെങ്കിലും അല്ലേ, ലോകത്ത് എമ്പാടും എന്തോരം വലിയൊരു ഇൻഫ്ലുവൻസ് ആണ് ശരിക്കും മദർ തെരേസ ഉണ്ടാക്കിയിട്ടുള്ളത്. അനേകം പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുകയും അല്ലെ അനേകം പാവപ്പെട്ട മനുഷ്യരെ സ്വീകരിക്കുകയും അവരെ പരിചരിക്കുകയും അങ്ങനെ ലോകമെമ്പാടും മിഷണറീസ് ഓഫ് ചാരിറ്റി അങ്ങനെ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വളരുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ EWTN അല്ലേ, അതിനെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത സിസ്റ്റർ ആഞ്ചലീന. അപ്പോൾ ഇവരൊക്കെ വ്യത്യസ്തമായ ചില മിഷൻസ് കൊണ്ട് ഈ ലോകത്തെ അല്ലെങ്കിൽ നമ്മളുടെ സഭയെ പരിപോഷിപ്പിച്ചിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ വർഷം ശരിക്കും കരുണയുടെ വർഷമാണല്ലോ. ഈ കരുണയുടെ വർഷത്തിൽ ശരിക്കും നമുക്കറിയാം, കരുണയുടെ ഛായാചിത്രവും അല്ലെ കരുണയുടെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പ്രയറായ കരുണയുടെ പ്രാർത്ഥനയും ഒക്കെ ഈശോ ആർക്കാ വെളിപ്പെടുത്തി കൊടുത്തത്? ഒരു സിസ്റ്ററിലൂടെയാണ്. ആ സിസ്റ്ററിൻ്റെ പേരറിയാവോ? വിശുദ്ധ ഫൗസ്റ്റീന അല്ലേ. ഫൗസ്റ്റീന എന്ന് പറയുന്ന ഒരു സിസ്റ്ററിലൂടെയാണ് കർത്താവ് അതൊക്കെ വെളിപ്പെടുത്തിയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സഭയുടെ ഒരു വലിയ സ്പന്ദനം തന്നെ ഈ സിസ്റ്റേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നിലച്ചു പോകും. കാരണം ഇവരുടെ ഒരു ബാക്കപ്പാണ്. അനേകരെ പല പല നന്മ പ്രവർത്തികൾ ചെയ്യാനും. നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് എന്തുമാത്രം അനുഭവം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ശരിക്കും ഞാനൊക്കെ നഴ്സറിയിലാണ് പഠിച്ചത്. നഴ്സറി പഠിച്ച സമയത്ത് ഒരുപാട് സിസ്റ്റേഴ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ചില നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്, ചില കാര്യങ്ങൾ നമ്മളെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിൽ ക്ലാസ്സിൽ ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരു സിസ്റ്റർ, ശരിക്കും ആ സിസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ വിമല എന്നാണ്. അപ്പോൾ സിസ്റ്ററാണ് ശരിക്കും ഒരു സത്യം പറഞ്ഞതിന് എന്നെ അനുമോദിച്ചതും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കമ്മിറ്റഡായിട്ട് ചെയ്തതിന്. ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ക്ലാസ്സിലെ ആരും കൊണ്ടുവന്നില്ല, ഞാൻ മാത്രം കൊണ്ടുവന്നു. അപ്പോഴത്തേനും ശരിക്കും എന്നെ തോളിൽ തട്ടി ശരിക്കും സിസ്റ്റർ ഇങ്ങനെ അനുമോദിക്കുകയും അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അത് ശരിക്കും ഇപ്പോഴും ആൻറ്റി അത് ഓർത്തിരിക്കും. അപ്പോൾ പല കാര്യങ്ങളിലും സത്യം പറയാനും അല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റേഴ്സ് നമ്മളെ ഒത്തിരി പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വൈദികർ മാത്രമല്ല, ശരിക്കും സിസ്റ്റേഴ്സിലൂടെയും ഈശോ ശരിക്കും വളരെ നല്ല കാര്യങ്ങൾ, വളരെ വിശുദ്ധമായ കാര്യങ്ങൾ ഈ ലോകത്തിൽ ചെയ്യുന്നുണ്ട്. ആൻറ്റി, എന്തിനാണ് ഇത്രയേറെ കോൺഗ്രിഗേഷൻസ്? നമ്മുടെ ശരീരത്തിൽ എല്ലാ അവയവങ്ങൾക്കും ഒരേ ദൗത്യമാണോ? അല്ല അല്ലേ. പല അവയവങ്ങൾക്കും, കണ്ണിന് അതിൻ്റേതായിട്ടുള്ള ദൗത്യമുണ്ട്, ചെവി നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഓരോ അവയവങ്ങൾക്കും ഓരോരോ ദൗത്യമാണ്. എന്ന് പറഞ്ഞതുപോലെ പല കോൺഗ്രിഗേഷനിൽപ്പെട്ട പല സിസ്റ്റേഴ്സിന് പല രീതിയിലുള്ള ഉത്തരവാദിത്തമായിരിക്കും ദൈവം കൊടുത്തിരിക്കുന്നത്. അവരുടെ വിളി അതായിരിക്കും, അവർ തിരിച്ചറിഞ്ഞ വിളി. ഇപ്പം മദർ തെരേസയുടെ കാര്യം നമ്മളെടുത്തു. മദർ തെരേസ ശരിക്കും പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതായിരുന്നു പുള്ളിക്കാരിയുടെ വിളി.
അല്ലേ? സിസ്റ്ററിൻ്റെ വിളി അതായിരുന്നു. അങ്ങനെ അത് തിരിച്ചറിഞ്ഞ് മദർ തെരേസ അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ചങ്ങനാശ്ശേരിയിൽ കുന്നന്താനം മഠത്തിലൊരു മദർ മേരി ലിറ്റി ഉണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സിസ്റ്ററാണ്. സിസ്റ്ററും ഇതുപോലെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രോഗികളായ മനുഷ്യരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച വ്യക്തിയാണ്. അതുപോലെ മിണ്ടാമഠത്തിൽ നമ്മൾ പലപ്പോഴും ഓർക്കും ഈ മിണ്ടാമഠത്തിലുള്ള സിസ്റ്റേഴ്സൊക്കെ എന്നായി ചെയ്യുന്നത്, ഇവർ ഒരു പരിപാടിയും ചെയ്യുന്നില്ലല്ലോ, അവർ ചുമ്മാ കുത്തിയിരിക്കുകയല്ലേ നമ്മൾ ഓർക്കും. പക്ഷേ ഈ മിണ്ടാമഠത്തിലുള്ള സിസ്റ്റേഴ്സ് എത്ര സന്തോഷത്തോടു കൂടിയാണ് ലോകം മുഴുവനുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പം ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും എല്ലാ പ്രൊഫഷനിലുള്ള ആൾക്കാർക്ക് വേണ്ടിയും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എല്ലാ തരത്തിലും എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും കുത്തിയിരിക്കുന്നതുകൊണ്ട് അവർക്ക് വിഷമമില്ല. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ വളരെ സന്തോഷമാണ് അവർക്കുള്ളത്. അപ്പം നമ്മൾ ഓർക്കും മിണ്ടാമഠത്തിലുള്ള സിസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത്, നമുക്കൊക്കെ അവരുടെ പ്രാർത്ഥന കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ പല നന്മകളിലൂടെ പോകുന്നതും കൃപകളിലൂടെ പോകുന്നത് ചിലപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാവാം. പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച സിസ്റ്റേഴ്സുണ്ട്, മാധ്യമങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച സിസ്റ്റേഴ്സുണ്ട്. അപ്പം അങ്ങനെ ഓരോ വ്യക്തിക്കും അല്ലെ ഓരോ സിസ്റ്റേഴ്സിനും ഓരോരോ വിളികളായിരിക്കും. അങ്ങനെ ആ വിളികളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് പല പല കോൺഗ്രിഗേഷൻ പരിശുദ്ധാത്മാവ് ഈ ഒരു സഭയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ആൻറ്റി, നമ്മൾ സിസ്റ്റേഴ്സിന് സ്തുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ അച്ഛന്മാർക്ക് പോയി സ്തുതി കൊടുക്കും അല്ലേ? മിക്കവാറും അച്ഛൻ്റെ ലോപ കാണുമ്പോഴേ നമ്മൾ ചിലപ്പോൾ ഓടിപ്പോയി സ്തുതി കൊടുക്കും. പക്ഷേ സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് ബഹുമാനം ചിലപ്പം ചിലർ നിങ്ങളെല്ലാവരും ചിലപ്പോൾ സ്തുതി കൊടുക്കുമായിരിക്കും, പക്ഷേ എല്ലാവരും അങ്ങനെ കാണിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, വൈദികരെ പോലെ തന്നെ ബഹുമാനം അർഹിക്കുന്ന ആൾക്കാരാണ് സിസ്റ്റേഴ്സ്. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെച്ച വളരെ നമ്മൾ ബഹുമാനിക്കേണ്ടതായിട്ടുള്ള വ്യക്തികളാണ് ശരിക്കും പറഞ്ഞാൽ സിസ്റ്റേഴ്സും. എനിക്ക് ചിലപ്പോഴെങ്കിലും ഓർക്കാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ പലപ്പോഴും ഈ സിസ്റ്റേഴ്സിനെ അമ്മമാരെന്ന് നമ്മൾ കൂട്ടി വിളിക്കാറുണ്ട് അല്ലേ? ഒരു സിസ്റ്ററിൻ്റെ പേര് കൂട്ടിയിട്ട് അമ്മ എന്ന് ചേർത്ത് പലരും വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ശരിക്കും ആ സിസ്റ്റേഴ്സിൻ്റെ ഒരു മാതൃത്വം എന്ന് പറയുന്നൊരു ഭാവം വളരെ വലുതാണ്. ശരിക്കും നമ്മളുടെ അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോലത്തെ, നമുക്കിപ്പോൾ ഒരു വിഷമം വന്നു, നമുക്കൊരു സിസ്റ്റർ ചിലപ്പോൾ നമ്മളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. കുഞ്ഞുനാളിൽ നമുക്ക് അങ്ങനത്തെ ചില അങ്ങനെ അനുഭവങ്ങളുള്ള ഒത്തിരി പേരുണ്ട്. ഞാൻ ഈയിടെ നമ്മുടെ ഏഞ്ചൽസ് ആർമി മാഗസിനിൽ വായിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു വൈദികൻ എഴുതിയിരിക്കുന്ന അനുഭവം, ജെറനച്ചൻ എന്ന് പറയുന്ന ഒരാൾ എഴുതിയിരിക്കുന്ന അനുഭവം. അപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ ശരിക്കും അച്ഛൻ ഒറ്റപുത്രനായിരുന്നു. അപ്പോൾ അച്ഛൻ വൈദികനാകാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്ത നിമിഷം ശരിക്കും പറഞ്ഞാൽ ഒറ്റപുത്രനായിരുന്നത് കൊണ്ടും വീട്ടിലെല്ലാവരും എതിർത്തു. വീട്ടിലും നാട്ടിലുമൊക്കെ ഈ ഒരു തീരുമാനത്തെ ഒരു തമാശയായിട്ട് ചിലർ കണ്ടു, ചിലർ വിചാരിച്ചു ഇവൻ ഒരു ചുമ്മാ വെറുതെ പറയുന്നതാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് താല്പര്യമില്ലായിരുന്നു ഇവൻ അച്ഛനാകുന്നത് കൊണ്ട്, കാരണം ഒറ്റപുത്രനല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് അച്ഛനെ ശരിക്കും സപ്പോർട്ട് ചെയ്തത് ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്റർ കൊടുത്തൊരു ധൈര്യവും പ്രാർത്ഥനയുമാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛന് ഇന്ന് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു വൈദികനായിട്ട് ഇന്ന് ആൾക്കാരയ്ക്ക് മുന്നിൽ നിൽക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഒരു സിസ്റ്റേഴ്സിൻ്റെ മഹാത്മ്യത്തെ പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യത്തെ ഏഞ്ചൽസ് ആർമി മാഗസിനിൽ ശരിക്കും പറഞ്ഞാൽ അച്ഛനൊരു അനുഭവം എഴുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലരുടെയും ജീവിതത്തിലെ പല നന്മകളുടെയും പല നല്ല കാര്യങ്ങളും പല നല്ല സ്റ്റെപ്പുകളും വെക്കാനായിട്ട് പ്രചോദനം തന്ന, പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഈ കന്യാസ്ത്രീകൾ അല്ലെ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരാൾക്കാർ. അപ്പോൾ അതുകൊണ്ട് വൈദികർ മാത്രമല്ല നമ്മൾ ബഹുമാനം അർഹിക്കുന്നവർ, നമ്മുടെ സിസ്റ്റേഴ്സും വളരെയധികം ബഹുമാനം അർഹിക്കുന്നവരാണ്. അപ്പം നമ്മൾ ശരിക്കും ഇനി സിസ്റ്റേഴ്സിനെ കാണുമ്പം ഓടിച്ചെന്ന് അവരെ ഒന്ന് വിഷ് ചെയ്യാനും അവരോടൊരു ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറയാനും ഇതുവരെ നമ്മൾ ചെയ്തില്ല എങ്കിൽ ഇനി മുതൽ നമ്മൾ അങ്ങനത്തെ ഒരു കൾച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. ആൻറ്റി, എങ്ങനെയാണ് നമ്മൾ ദൈവങ്ങളെ തിരിച്ചറിയുന്നത്? ചില ആൾക്കാർ വളരെ കുഞ്ഞിലെ തന്നെ ചിലപ്പോൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? വളരെ കുഞ്ഞിലെ തന്നെ നമ്മൾ അങ്ങനത്തെ വിശുദ്ധരെ പറ്റി കേട്ടിട്ടുണ്ട്. അങ്ങനെ കന്യാസ്ത്രീകളായ വൈദികരായ ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഇപ്പോഴും ഉണ്ട്. വളരെ കുഞ്ഞിലെ തന്നെ ചിലപ്പോൾ അവർ എന്താ പറയുക, കളിക്കുന്ന സമയത്ത് പോലും അവർ സിസ്റ്ററും അച്ഛനും ഒക്കെ ആയിരിക്കും ചിലപ്പം കളിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോളോ തോർത്തോ ഒക്കെ ഇട്ട് ഇങ്ങനെ തലയിലൊക്കെ ഇട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതൊക്കെയാണ് അവരുടെ കളി. അങ്ങനെ ചെറുപ്പത്തിലേ തൊട്ടേ ആ തേഴ്സ്റ്റുള്ള ആൾക്കാരുണ്ടാവും. അപ്പം എല്ലാവരും പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ വചനം വായിക്കുന്നതിലൂടെയും നമ്മുടെ പ്രായപൂർത്തി ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ആത്മാവ് തരുന്ന പ്രേരണ അനുസരിച്ചും അങ്ങനത്തെ ഒരു ഡിസിഷനിലേക്ക് വരാം. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോഴും അവരോട് സംസാരിക്കുന്ന സമയങ്ങളിൽ
അവർ കൊടുക്കുന്ന ചില പ്രചോദനം അനുസരിച്ച്, നമ്മളുടെ ഗുരുക്കന്മാർ പറയുന്ന പ്രചോദനം അനുസരിച്ച് അങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് വൈദിക വൃത്തി തിരഞ്ഞെടുക്കാനായിട്ടുള്ള സാഹചര്യം കിട്ടും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലർ നേരത്തെ തന്നെ അങ്ങനെയുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ടാവും, ചിലർ വളരെ കുസൃതിയായിട്ടൊക്കെ ജീവിച്ച് ഒരിക്കലും ഒരു മനുഷ്യനും പറയത്തില്ല ഇവൻ അച്ഛനാവുമെന്ന്, അല്ലെങ്കിൽ ഒരാളും പറയത്തില്ല ഇയാൾ മടത്തി പോകുന്നു. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ പോലും ഒരു സമയം എത്തിക്കഴിയുമ്പോൾ അവരൊരു ഡിസിഷൻ എടുക്കുകയാണ്, എനിക്ക് ഒരു വൈദികനാകണം. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അവർക്ക് ഒരു പ്രേരണ കിട്ടുന്നതായിരിക്കാം. വചനം വായിച്ചപ്പം കിട്ടിയ പ്രേരണയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ധ്യാനം കൂടിയപ്പം കിട്ടിയ പ്രേരണയായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ചില മനുഷ്യരുടെ ചിലപ്പം അധ്യാപകൻ ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട്, അല്ലെങ്കിൽ കണ്ടുവന്ന സിസ്റ്റേഴ്സിൻ്റെ ചില ഇൻസ്പിറേഷൻ കൊണ്ട് അവരത്രയും ഇൻസ്പയർ ചെയ്തു. നമ്മുടെ ഇടവകയിലെ വൈദികൻ നമ്മളെ അത്രയും ഇൻസ്പയർ ചെയ്തു. അങ്ങനെയും വിളി സ്വീകരിച്ചവരുണ്ട്. അപ്പോൾ ഏത് വിധത്തിലാണെന്നുള്ളത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് അങ്ങനെ ഒരു വിളിയുണ്ടോ, നമ്മൾ ശരിക്കും നമ്മുടെ ദൈവവിളിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആ വിളിയുണ്ടെങ്കിൽ ഈശോ നമ്മളെ തീർച്ചയായിട്ടും സ്വീകരിക്കുകയും നമുക്കങ്ങനെ ഒരു വൈദികനാകാനോ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആവാനോ പറ്റും. ഈ കന്യാസ്ത്രീമാർ ചെയ്യുന്ന പല കാര്യങ്ങളും എന്തോരം അൺനോട്ടിസ്ഡ് ആയിട്ട് പോയിരുന്നു അല്ലേ? ആൻറ്റിയോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അവർ ചെയ്യുന്ന എന്തോരം വലിയ കാര്യങ്ങളാണ് ഇല്ലേ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യം, വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ. സുകൃതജപം. ഈശോയെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. അടുത്തത് നമുക്കൊരു കഥ കേൾക്കാം. അതിനു മുമ്പ് വചനത്തെ കുറിച്ച് പേറ്റാറ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യം, വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ. ഇനി സുകൃതജപം. ഈശോയെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. കുട്ടനാട്ടിലെ ചാവറ കുടുംബത്തിലാണ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസച്ചൻ ജനിച്ചത്. മാതാപിതാക്കൾ നല്ല ദൈവഭക്തരായിരുന്നു. പ്രത്യേകിച്ച് അമ്മ എല്ലാ ദിവസവും രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു, കൊന്തയൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിൻ്റെ വലിയ ഭക്തയായിരുന്നു അമ്മ. ആ സമയം ഇവനും ഉണരും വളരെ ചെറുപ്പത്തിൽ.
3-4 വയസ്സുള്ളപ്പോൾ. എണീറ്റ് അമ്മേനെ ചാരി നിന്നുകൊണ്ട് അവനും ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കും. ഒന്നും പറയാനൊന്നും അറിയില്ലെങ്കിലും അവനത് കേട്ടുകൊണ്ട് നിൽക്കും. ചിലപ്പോൾ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോവും. ഇങ്ങനെയാണ് വളർന്നത്. ചെറുപ്പത്തിലേ തന്നെ പള്ളിയിൽ പോകാനും കുർബാനയ്ക്ക് കൂടാനും, അതായത് ഓൾട്ടർ ബോയ് ആയിരുന്നു. അപ്പോൾ ഈ സുറിയാനി പുസ്തകം തന്നെ വലിയ പുസ്തകമാണ്. ഈ 6 വയസ്സുള്ള പയ്യൻ ഈ പുസ്തകം എടുത്തുകൊണ്ട് അച്ഛൻ്റെ കൂടെ പോകുന്നത് ആളുകൾക്ക് വലിയ കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ അങ്ങനെയാണ് വളർന്നത്. ഏതാണ്ട് 10 വയസ്സുള്ളപ്പോൾ പാലക്കൽ തോമസ് അച്ഛൻ ഏതോ ഒരു വീട്ടിൽ പോകാനായിട്ട് അവിടെ വന്നപ്പോൾ അച്ഛന് വഴിയറിയില്ല. വഞ്ചിക്കാണ് വന്നത്. വേഗം ഇവൻ്റെ ചേട്ടനെ വിളിച്ച് എന്നെ വഴിയൊന്ന് കാണിച്ചു തരണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വഴി കാണിക്കാനായിട്ട് പോകുമ്പോൾ ഇവനും അതിൻ്റെ അകത്ത് കയറി. അപ്പം ചെറുപ്പം മുതലേ എല്ലാ പ്രാർത്ഥനകളും ഇവൻ കാണാപ്പാടം പഠിച്ചിട്ടുണ്ടായിരുന്നു. കുർബാനയ്ക്കുള്ള പാട്ടും പ്രാർത്ഥനയൊക്കെ അതുമൊക്കെ നന്നായിട്ട് അറിയാം. പോണ വഴിക്ക് വഞ്ചിയിലിരുന്നുകൊണ്ട് ഇവൻ ഈ അച്ഛനോട് ഈ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ ചൊല്ലി കേൾപ്പിക്കുകയായിരുന്നു. അച്ഛനത് ഭയങ്കര സന്തോഷമായി. പിന്നെ അച്ഛൻ പോണ വഴിക്ക് പറഞ്ഞ്, നിനക്ക് വൈദികനാകാനുള്ളൊരു വിളിയുണ്ട് എന്ന് പറഞ്ഞു. എന്നെ വീട്ടിൽ ചെന്ന് തിരിച്ചു പോകുന്ന വഴി വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് മാതാപിതാക്കളോട് പറഞ്ഞ് ഇവന് വൈദികനാകാൻ വിടണം, ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ 3ാമത്തെ മകനാണ്. വളരെ ലാളിച്ച് അമ്മയുടെ പുന്നാര മോനായിട്ട് കുഞ്ചാക്കോച്ചനെന്ന് വിളിച്ച് അങ്ങനെ കൊണ്ടു നടക്കുന്ന മകനാണ്. അപ്പോൾ അതിന് വിടാനായിട്ട് ഒരിത്തിരി വിഷമമുണ്ടെങ്കിലും ദൈവേഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുകയും ദൈവത്തിന് വിട്ടുകൊടുക്കുകയും. ഇവൻ സെമിനാരിൽ ചെന്നിട്ട് മറ്റെല്ലാ പിള്ളേരെക്കാളും ഇവൻ ചെറുതാണ്. എങ്കിലും പഠനത്തിനും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും എല്ലാം മുൻപന്തിയിലായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ടാണ് ഇവൻ അവിടെ ജീവിച്ചത്. കുര്യാക്കോസ് സെമിനാരിയിലായിരിക്കുന്ന സമയത്ത് അവിടെ നാട്ടിലൊരു പകർച്ചവ്യാധി ഉണ്ടായി. അപ്പനും അമ്മയും ഏക സഹോദരനും മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇനി ഇവൻ ഇവിടെ നിൽക്കണ്ട, നേരെ വീട്ടിൽ പോവുക, അവിടെ ആരും ഇല്ലല്ലോ. പക്ഷേ ഇവൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിനെ വിളിക്കുന്നത് തന്നെ എൻ്റെ അമ്മയെന്നാണ്, അല്ലാതെ പരിശുദ്ധ മറിയമെന്നാ പരിശുദ്ധ അമ്മയെന്നാ ഒന്നും അല്ല, എൻ്റെ അമ്മ. അത്രയും അടുപ്പമായിരുന്നു മാതാവുമായിട്ട്. എപ്പോഴും കൊന്ത ചൊല്ലുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഇങ്ങനെ അവിടെ തന്നെ നിന്ന് 24ാമത്തെ വയസ്സിൽ വൈദികനായി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പ്രസംഗിക്കും. ഒത്തിരി സ്ഥലത്ത് പ്രസംഗിക്കാനൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ ആളുകൾ ആ പ്രസംഗം കേട്ട് ഒരുപാട് പേര് മാനസാന്തരത്തിലേക്ക് വന്നു. തന്നെയല്ല നല്ലൊരു ശൈലിയിലാണ് പ്രസംഗിക്കുന്നത്. അത് കേൾക്കാൻ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. വളരെ ഇമ്പത്തോടു കൂടിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് തന്നെയല്ല, അവിടെ ഒരു CMI സഭ സ്ഥാപിക്കാനായിട്ട് ഈ പാലക്കൽ അച്ഛനുമായിട്ട് ആലോചിച്ച് അവിടെ ഒരു CMI സഭ സ്ഥാപിച്ചു. അത് യുവതികൾക്ക് ഒരു CMC സഭയും സ്ഥാപിച്ച് അവിടെ കന്യാസ്ത്രീകൾ. തന്നെയല്ല, അവിടെ ഒരു പ്രസ് ഉണ്ടാക്കണമെന്നും വലിയൊരു ആശ്രമം ഉണ്ടാക്കണമെന്നൊക്കെ അച്ഛൻ ഒരുപാട് ഇങ്ങനെ, ഒരു സമയവും വെറുതെ ഇരിക്കുന്ന ആളല്ല. എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും എപ്പോഴും വ്യാപൃതനായിരിക്കും. ഒരു ദിവസം ഇങ്ങനെ ഒരു ആശ്രമം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച്, അപ്പോൾ അതിൻ്റെ പൈസക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി. അപ്പം എപ്പോഴും ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരുന്ന് തൻ്റെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പൈസയുടെ ഒരുപാട് ഷോർട്ട്, മുൻപോട്ട് പോകാൻ പണി നടക്കാനായിട്ട് ബുദ്ധിമുട്ട്. അതിന് പോയിരുന്ന് അവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരാൾ ഒരു 500 ചക്രം
അന്ന് പൈസ ഇല്ല, ചക്രം എന്നാണ് പറയണത്. ചക്രം കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്ത്, എന്നിട്ട് പറഞ്ഞ് എൻ്റെ കൂടെ ഒരാളെ കൂടി വിട്ടാൽ ഞാൻ 500 ചക്രം കൂടി കൊടുത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഈ ദിവ്യകാരുണ്യത്തിലൂടെ നേടിയെടുക്കുമായിരുന്നു. അതുപോലെ തന്നെ സുറിയാനി സഭയുടെ വികാരി ജനറലായി അങ്ങനെ നിയമിതനായി. അതോടെ കുറച്ചുകൂടി കൂടുതൽ സ്വാതന്ത്ര്യം, 5-8 പള്ളികളുടെ എല്ലാം ഒരു പള്ളിക്കൂടം ഉണ്ടാക്കണമെന്നുള്ള ഒരാഗ്രഹം അച്ഛന്. അതിന് ഈ പാലക്കൽ അച്ഛനെയാണ് എപ്പോഴും വിളിച്ച്, രണ്ടുപേരും കൂടിയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനു വേണ്ടി അച്ഛൻ ശ്രമിക്കാൻ തുടങ്ങി. പാവപ്പെട്ട ആളുകൾക്കൊക്കെ വിദ്യാഭ്യാസം വേണം എന്നുള്ള ഒരാഗ്രഹത്തിൽ അവരെയൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു വലിയൊരു സംരംഭം. അങ്ങനെ അതിനുള്ള പൈസ വേണ്ടേ, അതിന് എല്ലാവരോടും പൈസയുള്ളവരോട് പിരിച്ച് തന്നെയല്ല, പിടിയേരി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അത് എല്ലാ വീടുകളിലും കൊണ്ടുപോയി പിടിയേരി ഇടാനായിട്ടൊരു പാത്രം വയ്ക്കും. എന്നിട്ട് അവരെ ഭക്ഷണത്തിന് വേണ്ടി അരി എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിടിയെടുത്ത് ഈ പാത്രത്തിലിടും എല്ലാ ദിവസവും. എന്നിട്ട് ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴാണ് ഇത് തിരികെ വന്നെടുത്തുകൊണ്ട് പോകും. അപ്പം അങ്ങനെയാണ് ഇവർക്ക് ഉച്ചഭക്ഷണവും അതുപോലെ തന്നെ പുസ്തകം, പഠിക്കാനുള്ള മറ്റ് സാധനങ്ങളൊക്കെ വേണമല്ലോ, അവർക്ക് വസ്ത്രം, ഇതൊക്കെ അച്ഛൻ ഒപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് ആളുകളെ ഒത്തിരി സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ ഏത് കാര്യത്തിനും ഇത് പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പിടിയേരിയുടെ കാര്യം. ആ പിടിയേരി ഇടുന്ന സമയത്തൊരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥനയും കൂടി ചൊല്ലണം. അതുപോലെ എല്ലാ വീടുകളിലും ജപമാല ചൊല്ലണമെന്ന് നിർബന്ധമായിരുന്നു അച്ഛന്. അങ്ങനെ എല്ലാ വീടുകളിലും ജപമാല ചൊല്ലാൻ തുടങ്ങി. ജപമാലയെപ്പറ്റി അച്ഛൻ പറയണത് എന്താണെന്നോ, ചരടിൽ കോർത്ത ബൈബിൾ, ചരടിൽ കോർത്ത ബൈബിൾ എന്നാണ് പറയണത്. അത്രമാത്രം ഈ ജപമാലയായിട്ട് ഇഴുകിച്ചേർന്ന ഒരു വ്യക്തിയായിരുന്നു കുര്യാക്കോസ് അച്ഛൻ. ദൈവത്തിൻ്റെ കൃപ ഒത്തിരി മറ്റുള്ളവരിലേക്ക് ഒഴുക്കിയ ഒരു മനുഷ്യൻ, ഒരു വിശുദ്ധൻ. നമ്മളെപ്പോഴും അച്ഛന്മാരെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടാൽ ഓടിപ്പോയി ഈശോ കൊടുക്കും, അല്ലേ? നിങ്ങൾ കൊടുക്കാറില്ലേ? പക്ഷേ സിസ്റ്റർമാരെ കണ്ടു കഴിഞ്ഞാൽ പൊതുവേ അങ്ങനെ അങ്ങ് കൊടുക്കാറില്ല. ചിലവർ കൊടുക്കുമായിരിക്കും, പക്ഷെ മിക്കവരും അങ്ങനെ കൊടുക്കാറില്ല. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇവരെക്കുറിച്ച് കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരോടൊരു സ്നേഹം തോന്നുന്നുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പം അതിൻ്റെ വെളിച്ചത്തിലെങ്കിലും നമുക്ക് ഇനി എവിടെ വെച്ച് ഒരു സിസ്റ്ററിനെ കണ്ടാലും പോയൊരു ഈശോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നമുക്കൊന്നും കൂടെ വചനം സുഖിച്ചപ്പം ഏറ്റുപറയാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യം. വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഓക്കെ, ഇനി സുകൃജപം. ഈശോയെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.